ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ. ചിക്കൻ ഇഡ്ഡലി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ചെറിയരി കുതിർത്തെടുത്തിട്ടുണ്ട്. പച്ചരി ആയാലും പ്രശ്നമില്ല. അതിലേക്ക് 1 കപ്പ് ചോറ്, ഉപ്പ്, പിന്നെ 1 കപ്പ് തേങ്ങ. ഇനിയിപ്പോൾ നമ്മൾ ചോറ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഞാൻ അതേസമയം തന്നെ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി ഗരം മസാല ഇട്ടിട്ടാണ് ബോയിൽ ചെയ്ത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാറ്റർ അരച്ചെടുക്കണം. നല്ല ലൂസും അല്ല, നല്ല തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 സവാളയും 1 കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും എനിക്കൊരു ചതച്ചെടുക്കുന്നതാണ് എനിക്ക് ഒരു ഫേവറേറ്റ്. അപ്പം നന്നായിട്ട് ചതച്ചെടുക്കണം. ചെറിയ ഇതായിട്ട് നന്നായിട്ട് ചതഞ്ഞ് വരണം. കാരണം കുട്ടികൾക്കൊന്നും കടിക്കാൻ പാടില്ല മുളകൊന്നും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ ബോൺലെസ് ചിക്കനാണ്. ബോണുള്ള ചിക്കനും എടുക്കാം, അതിന് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ തക്കാളി ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വാടി വരുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്കും പിന്നെ നമുക്കതെല്ലാം ഒന്ന് നുള്ളി എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. പിച്ചി എടുത്തിട്ട് അത് ഇട്ടിട്ട് ഞാൻ അതിലേക്ക് മസാലയായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ കൊണ്ട് ഗ്രീസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മാവ് ഒരു 3/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് അതിലേക്ക് മസാല ഇടാനുള്ളതാണ്. ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകും, അതിന് ഷേപ്പ് കിട്ടൂല, നമുക്ക് ആ ഇഡ്ഡലീൻ്റെ ഷേപ്പ് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടും ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഓയിലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടും. കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഒരു 4-5 എണ്ണം എന്തായാലും കഴിക്കും. കാരണം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ബാറ്റർ കുറേ നമ്മൾ തേങ്ങയും ചോറെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് ചിക്കൻ പൊരിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ബോയിൽ ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഹെൽത്ത് ബെനിഫിറ്റ് അതിനും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്നിട്ട് ഇത് ഈ സാധാ ഇഡലി വേവിക്കുന്ന പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയായി കിട്ടും. കാരണം ഇത് ചെറിയ കുഴിയിലെ ഇഡലി പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. നമുക്കിനി ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരം ബീഫ് ഫില്ലിങ് ഇടാം, പിന്നെ മിക്സഡ് വെജിറ്റബിൾ ഇടാം, പിന്നെ ചെറിയ ചെമ്മീൻ കിട്ടൂലേ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ചെറിയ ചെമ്മീൻ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊരിച്ചിട്ടോ ബോയിൽ ചെയ്തിട്ടോ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട്, തക്കാളി ഒന്നും ഇടാൻ പാടില്ല മസാലയിൽ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫില്ലിങ്ങും നമുക്ക് ഇതിലേക്ക് ഇടാം. മിക്സഡ് വെജിറ്റബിൾസും അതും ഇടാം. എല്ലാം സൂട്ടാവും. ഇതിൻ്റെ കൂടെ കുട്ടികളാകുമ്പോൾ അങ്ങനെ അത് കഴിച്ചോളൂല്ലോ, വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 തട്ട് ഉണ്ടാക്കിയെടുത്താൽ 15 മിനിറ്റിൽ നമുക്ക് ഇത്ര ഐറ്റംസ് ഉണ്ടാക്കി കിട്ടും. നമുക്കിതിങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 10-11 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി. ഇങ്ങനെ ഒരു കോലുകൊണ്ട് കുത്തി നോക്കിയാൽ, ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഒട്ടുന്നില്ലെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് അതൊന്ന് തണിയാൻ വേണ്ടി പുറത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഇഡ്ഡലി ഇളക്കിയെടുക്കും പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. എന്തായാലും ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, നമുക്ക് വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഉള്ള ഐറ്റം എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസും
വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ പിന്നെ ടാറ്റാ, ബൈ ബൈ. Thanks for watching.